ഹായ്, വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങാക്കറിയാണ്. അപ്പം അത് ഒട്ടും കയ്പൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നാരങ്ങാക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കറി നാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നല്ല വൃത്തിക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കഴുകി വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് നമ്മൾ ഇത് കറി വയ്ക്കുന്നത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇപ്പം കുറച്ചധികം സമയം കുതിർത്ത് വെക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചാലും മതിയാവും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനാണെങ്കിൽ നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ച് കുറച്ച് സമയം മൂടി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങി കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ, ഇത് ഒരു മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ അതേ ഒരു വലുപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിച്ച് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകും ഇഞ്ചിയുമാണ് വേണ്ടത്. അപ്പം പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പച്ചമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മുളക് പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മൺചട്ടി നമ്മൾ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി നമ്മൾ ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ നമ്മൾ ഈ പുളിയെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഈ കൂടെ തന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് മുളക് പൊടി മാത്രമാണ്. അപ്പോൾ ആ മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അച്ചാറൊക്കെ തയ്യാറാക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ മുളക് പൊടി വറുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇഞ്ചിയും പച്ചമുളകും വേറെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ പൊടി വറുക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടി മാത്രമാണ് വറുത്തത്, മഞ്ഞൾപ്പൊടി വറുത്തിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ നേരത്ത് നമ്മൾ ചൂടാക്കിയിട്ടുള്ള ഈ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ പുളിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാരങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ കുറേ നേരം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് പുളിവെള്ളം ഒന്ന് വറ്റി കുറുകി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ നാരങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം വെല്ലവും കൂടെ അല്ലെങ്കിൽ ശർക്കരയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വറുത്തിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് നമുക്ക് ഇഷ്ടമുള്ളത്ര തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ വെറുതെ ഇലയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തണ്ടോടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ നാരങ്ങാക്കറിയിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറി റെഡി.